ആയിട്ടും ചെലവ് കുറഞ്ഞ് വളപ്രയോഗം ചെയ്ത് മറ്റൊരാളുടെ സഹായമില്ല. ഇപ്പം മനോട്ടം തന്നെ ഇവിടെ വളപ്രയോഗം ചെയ്യുന്നത് അല്ലേ? ഇപ്പം രാസവളം ഇടുന്നുണ്ടെങ്കിൽ ഒരാളും കൂടെ സഹായം വേണ്ട, നമുക്ക് മൂന്നാൾ വേണം രാസവളം ഇടുന്നത്. പക്ഷേ ഇവിടെ ഈ വളപ്രയോഗം ഉപയോഗിക്കാൻ വേണ്ടി മനോട്ടം ഒറ്റക്കാണ് ചെയ്യുന്നത്. അത് ഇന്ന് തന്നെ ചെയ്തിട്ട് പോകാനും പറ്റും. അപ്പം മൂന്നാളെ കൂലി എന്ന് പറയുന്നത് 800 രൂപ വെച്ച് കൂട്ടിയാൽ തന്നെ 2400 രൂപ അല്ലേ? 2400 രൂപ സേവ് ആണ് ഇവിടെ വരുന്നത്. വളത്തിൻ്റെ പൈസ. എല്ലാ കർഷകരോടുള്ള ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ചെറിയ ഭാഗത്തെങ്കിലും നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാവുക. അതിന് ഗുണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക. പ്രത്യേകം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുന്നത് കുമ്മായിട്ട് കൊടുക്കാറില്ല. അങ്ങനെ പല തരത്തിലുള്ള വളങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ വേറെ വളപ്രയോഗങ്ങളൊന്നും ചെയ്യാൻ. കുമ്മായം പ്രത്യേകിച്ച് ഇടരുത്. കുമ്മായം എന്ന് പറയുന്നത് ഒരു കാൽസ്യം ഹൈഡ്രേറ്റ് എന്ന് പറയുന്ന ഒരു. പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, ഞാൻ നിതീഷ് തൊളുത്തുവയിൽ നെറ്റ്സർഫിന്റെ പ്രയോഗത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് പയ്യന്നൂരിലെ, കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ കോത്തായിമുക്ക് എന്ന് പറയുന്ന സ്ഥലത്തെ പ്രിയപ്പെട്ട മനോജ് കുമാർ സാറിന്റെ തോട്ടത്തിലാണുള്ളത്. ഏകദേശം 40-ലധികം വരുന്ന തെങ്ങിലേക്കും 40 കവുങ്ങിലേക്കുമുള്ള വളപ്രയോഗമാണ് ഇന്ന് കർഷകരിലേക്ക് എത്തിക്കുന്നത്. നമ്മുടെ മനോട്ടം നമ്മുടെ കൂടെയുണ്ട്. മനോട്ട സ്വാഗതം. മനോട്ട നമസ്കാരം. നമ്മളെ ഈ വളപ്രയോഗത്തെ കുറിച്ച് മനോട്ടം എങ്ങനെയാണ് അറിഞ്ഞിട്ടുണ്ടായിരുന്നത്? അല്ല, അദ്ദേഹം പറയേണ്ട സാഹചര്യം അദ്ദേഹം ഉപയോഗിച്ചതിന് ശേഷം അതിന്റെ റിസൾട്ട് കണ്ടതിന് ശേഷം അല്ലേ? നല്ല റിസൾട്ട്. അപ്പോൾ അദ്ദേഹം ഉപയോഗിച്ചതിന്റെ വാഴക്കൊല ഞാൻ മനോട്ടന്റെ കടയിലായിരുന്നു തോന്നുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അതെങ്ങനെ ഉണ്ടായിരുന്നത്? 22 മുതൽ 36 കിലോ. അതിന് ടേസ്റ്റോ? നല്ല നാടൻ പഴത്തിന്റെ കാട്ടി ടേസ്റ്റ് അല്ല, ഓർഗാനിക്കിന്റെ ആ ഒരു ഇതിനെക്കാട്ടിയും, അതായത് നമ്മുടെ വളങ്ങൾ മാത്രം ഉപയോഗിച്ച് ചെയ്ത പ്രിയപ്പെട്ട മോഹനേട്ടൻ, ആ വീഡിയോസൊക്കെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. മോഹനേട്ടന്റെ പിന്നെ തോട്ടത്തിലുണ്ടായ വാഴക്കൊലകൾ കൊടുത്തത് മനോട്ടന്റെ കടയിലാണ്. മനോട്ടൻ ഒരു കട നടത്തുന്നതാണ് ഓണക്കുന്ന്. അദ്ദേഹത്തിന്റെ സ്ഥലം കോത്തായിമുക്കിലുണ്ട്. അവിടെയാണ് നമ്മൾ ഇന്ന് വളപ്രയോഗം ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം അങ്ങനെ മോഹനേട്ടന്റെ പരിചയത്തിലും മോഹനേട്ടൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് മനോട്ടൻ ഇന്ന് ഉപയോഗിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? ഇത് ആദ്യമായിട്ടാണ് മനോട്ടൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിലേക്കുള്ള അതിൻ്റെ റിസൾട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് കർഷകരിലേക്ക് എത്തിക്കാം. കാരണം അദ്ദേഹം ഒരാൾ ഉപയോഗിച്ച് അതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇത് മറ്റൊരാളിലേക്ക് എത്തിക്കാൻ വേണ്ടി പോകുന്നത്. തീർച്ചയായിട്ടും നമുക്കിത് ഇന്നിവിടെ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നതിൽ നമ്മുടെ ഡ്രമ്മിലേക്ക് വെള്ളം എടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ വെള്ളത്തിലേക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾ മിക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആദ്യമായി തന്നെ നമ്മളെപ്പോഴും പറയാറുണ്ട്, കമ്പനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ നെറ്റ്സർഫിൻ്റെ കമ്പനി എന്ന് പറയുന്നത് കഴിഞ്ഞ 25 വർഷക്കാലമായിട്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നതാണ്. ഇന്ത്യയിൽ തന്നെ ഏകദേശം ഒരു 25 സംസ്ഥാനങ്ങളിൽ ഇത് വിതരണം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ഓർഗാനിക് ഉൽപ്പന്നങ്ങളാണ്. കംപ്ലീറ്റ് ആയിട്ട് ഓർഗാനിക്കായിട്ട് ജൈവ കാർഷിക സംസ്കാരത്തെ പടുത്തുയർത്താൻ വേണ്ടി നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച നമ്മുടെ ചെന്നൈയിൽ മീറ്റിംഗ് വരുന്നത്, കഴിഞ്ഞ മാസം നവംബറിൽ. ഏകദേശം ഇന്ത്യയിൽ മുഴുവനുള്ള 2000-ഓളം അധികം ആൾക്കാരാണ് അവിടെ പങ്കെടുക്കുന്നത്. കാരണം ഇതിൽ വിതരണം ചെയ്യുന്ന ആൾക്കാർ, ഉപയോഗിക്കുന്ന കർഷകരടക്കം. കാരണം ഇത് കർഷകരാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ മനോട്ടൻ ഒരു കട നടത്തുന്ന ഒരു കർഷകരും കൂടിയാണ് അല്ലേ? അപ്പോൾ ഇത് കർഷകരാണ് ഇത് കർഷകരിലേക്ക് എത്തിക്കുന്നത്. ഇത് വേറെ പരസ്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിന് ടോട്ടൽ റേറ്റ് വരുന്നത് 4700 രൂപ വരും. ഇപ്പോൾ മനോട്ടനോട് എത്ര പൈസ നമ്മൾ വാങ്ങിയിട്ടുണ്ട്? 3800 രൂപ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടാണ് കർഷകരിലേക്ക് ഈ ഉൽപ്പന്നങ്ങൾ എത്തുന്നത് എന്നുള്ളതാണ്. കാരണം ഇതിൽ വേറെ ഇടനിലക്കാരില്ല, പരസ്യദാതാക്കളില്ല, ഒന്നുമില്ല. കർഷകർക്ക് ഗുണം ലഭിക്കുക, അതിലൂടെ ഉപയോഗിച്ച് കൂടുതൽ മെച്ചപ്പെടുക എന്നുള്ളതാണ് ഇതിന് ഏറ്റവും വലിയ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കർഷകരിലെ റിക്വസ്റ്റ് എന്ന് പറയുന്നത് മനോട്ടൻ ഇപ്പോൾ ഇത് ഏറ്റെടുത്തു. അപ്പോൾ മനോട്ടന് കർഷകരോട്, കാരണം ഈ ഒരു ഗുണം മനോട്ടൻ ലഭിക്കും എന്നുള്ള 100% ഗ്യാരണ്ടി എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഞാനൊരു 5 വർഷമായിട്ട് ഇത് ഉപയോഗിക്കുന്ന ആളാണ്. 5 വർഷമായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. 4 വർഷമായിട്ട്, കാരണം 1 വർഷം ഇത് ഉപയോഗിച്ച് ഗുണങ്ങൾ കണ്ടതിന് ശേഷമാണ് ഞാൻ ഇത് വിതരണം ചെയ്യാൻ തുടങ്ങിയത്. 4 വർഷമായിട്ട് ഞാനിത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് കേരള, കർണാടക, തമിഴ്നാട് തുടങ്ങിയ പ്രദേശങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും മനോട്ടൻ ഇത് ഉപയോഗിച്ച് ഏകദേശം, കാരണം ഇതിപ്പോൾ ചെറിയ കവുങ്ങുകളൊക്കെ നമുക്ക് റിസൾട്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പക്ഷേ തെങ്ങുകളാണെങ്കിൽ കൃത്യമായിട്ട് 1 വർഷം നമ്മളിത് യൂസ് ചെയ്യണം. അത് കൃത്യമായിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം. എങ്കിൽ മാത്രമാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് നമുക്ക് ലഭിക്കുന്നത്. അത് കൃത്യമായിട്ട് നമ്മൾ നോക്കാം. ഇത് ഒരു തവണ തന്നെ ഉപയോഗിച്ച് നാളെ തന്നെ റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ള ആ ഒരു രീതി നമ്മൾ നോക്കാം. കാരണം തെങ്ങിൻ്റെ പുതിയ കൊലകൾ പൊട്ടി വിരിഞ്ഞ് വരണമെങ്കിൽ 1 വർഷങ്ങൾ മിനിമം സമയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓരോ കർഷകരോടുള്ള ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ചെറിയ ഭാഗത്തെങ്കിലും നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാവുക. അതിന് ഗുണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക. പ്രത്യേകിച്ച് ഞാൻ മനോട്ടനോട് ഒരു ചോദ്യം കൂടി ചോദിക്കാം. ഒരു പക്ഷേ ഈ ഒരു കൃഷിയിടത്തിൽ എത്ര വർഷമായി കാർഷിക മേഖലയിൽ? 25 വർഷമായി. എല്ലാ വർഷവും ഒരേ വളപ്രയോഗം മാത്രമാണോ ചെയ്യുന്നത്? അധികം അതെ. എന്നാലും വ്യത്യസ്തങ്ങളായിട്ട് ഇപ്പോൾ നമ്മൾ രാസവളം കൊടുക്കാറുണ്ട്, പിന്നെ ചാണകം കൊടുക്കാറുണ്ട്, കോഴിവെള്ളം കൊടുക്കാറുണ്ട്, പല തരത്തിലുള്ള കൊടുത്തില്ല. എന്നാലും പലതരത്തിലുള്ള, ഇപ്പം ജൈവവളം കിട്ടുന്നത് അത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും, കുമ്മായിട്ട് കൊടുക്കാറില്ല. അങ്ങനെ പല തരത്തിലുള്ള വളങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ വേറെ വളപ്രയോഗങ്ങളൊന്നും ചെയ്യാൻ.
കുമ്മായം പ്രത്യേകിച്ച് ഇടരുത്. കുമ്മായം എന്ന് പറയുന്നത് ഒരു കാൽസ്യം ഹൈഡ്രേറ്റ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ പദാർത്ഥമാണ്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മണ്ണിൻ്റെ ഘടനയിലൊക്കെ വ്യത്യാസം ചെയ്യുക. മൂലകങ്ങൾ നഷ്ടമാവും, മണ്ണിരകൾ നഷ്ടമാവും. അപ്പോൾ അതിനൊക്കെ നമുക്ക് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ ഇതിലുള്ളത്. അത് കൃത്യമായിട്ട് ഉപയോഗിക്കുക. പ്രത്യേകിച്ച് ഇത് മൊബിലൈസിങ് ഫിക്സേറ്റിംഗ് ബാക്ടീരിയകളാണ്. ഇപ്പോൾ അന്തരീക്ഷത്തിലും മണ്ണിലുമുള്ള മൂലകങ്ങളെയും അതുപോലെ തന്നെ മറ്റ് ജീവജാലങ്ങളെയൊക്കെ അത് ഒരു സന്തുലനാവസ്ഥയിൽ നിലനിർത്തും. ഇപ്പോൾ രാസവളങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ? ഇപ്പോൾ രാസവളങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്നത് ഒരു മനുഷ്യനെ വെന്റിലേറ്ററിൽ കിടത്തുന്നത് തുല്യമാണ്. കൃത്രിമമായി ശ്വാസം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവിടെ അത് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ കുമ്മായം ഇട്ട് കൊടുക്കുമ്പോൾ മണ്ണിൻ്റെ പ്രതലത്തിലുള്ള സൂക്ഷ്മ മൂലകങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊക്കെ നമുക്ക് വീണ്ടെടുക്കുവാനും ഒരു ജൈവ കാർഷിക സംസ്കാരത്തെ നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കുവാനും വേണ്ടിയിട്ടുള്ള ഒരു ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ നെറ്റ്സർഫിൻ്റെ ഉൽപ്പന്നങ്ങൾ. ഇത് ഞാൻ പറഞ്ഞു 25 വർഷമായി ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവോടുകൂടി, ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ അപ്രൂവോടുകൂടി, അതുപോലെ തന്നെ നമ്മുടെ ഇക്കോസൈറ്റിൻ്റെ സർട്ടിഫിക്കേഷനോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 100% വിശ്വാസയോഗ്യമായി ചെയ്യാം. ഇത് ഇന്ത്യയിൽ മുഴുവൻ ചെയ്യുന്നതാണ്. ഇത് കേരളത്തിലോ അല്ലെങ്കിൽ കർണാടകയിലോ മാത്രമല്ല. നമുക്ക് യൂട്യൂബൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ നെറ്റ്സർഫ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഓരോ മേഖലയിലെ റിസൾട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓരോ മേഖലയിലെ പ്രൊഡക്റ്റിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. എല്ലാ ഭാഷയിലും ഇന്ത്യയിലും മുഴുവനുണ്ട്. അതുപോലെ US ഗ്രേഡ് 1 ആയിട്ട് അംഗീകരിച്ച US എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജൈവ കാർഷിക രാഷ്ട്രമാണ്. അവിടെ ജൈവം മാത്രമേ ചെയ്യാറുള്ളൂ, ഓർഗാനിക് മാത്രം, രാസവളങ്ങൾ ചെയ്യാറുള്ളൂ. അപ്പോൾ അതിൻ്റെയൊക്കെ സർട്ടിഫിക്കേഷൻ കൂടി പ്രവർത്തിക്കുന്നതാണ്. അതുപോലെ ഈ കുപ്പിയിൽ നോക്കിയാൽ തന്നെ മനോഹരമായിട്ട് കാണാൻ പറ്റും 100% ഇക്കോ ഫ്രണ്ട്ലി എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമുക്ക് നോക്കിയാൽ കാണാം 100% ഇക്കോ ഫ്രണ്ട്ലി ആണ്. ഇത് മണ്ണിനോ മനുഷ്യനോ ജീവജാലങ്ങൾക്കോ യാതൊരുവിധ പ്രോബ്ലംസും ഉണ്ടാക്കുന്നില്ല. അപ്പം അത്തരത്തിൽ വരുന്ന ഒരു ജൈവ ഉൽപ്പന്നങ്ങളാണ് ഇന്ന് മനോഹരത ഏറ്റെടുത്തുകൊണ്ട് ഈ ഒരു ചെറിയൊരു പ്രദേശത്തേക്ക്. കാരണം ഇത് ചെറുപ്പം വലിപ്പമൊന്നുമില്ല. ഇത് 100 ഏക്കറുള്ള തോട്ടത്തിന് ഉപയോഗിക്കാം, 10 സെൻറ്റിലെ ആൾക്കാർക്ക് ഉപയോഗിക്കാം. ഇവിടെ ഇപ്പോൾ നമുക്ക് എത്ര സെൻറ്റ് സ്ഥലം വരുന്നുണ്ട്? 27 സെൻറ്റ്. 27 സെൻറ്റ് സ്ഥലത്തിലേക്ക് നമ്മളിത് ഉപയോഗിക്കാൻ പറ്റും. 10 സെൻറ്റിലേക്ക് ഉപയോഗിക്കാം, ടെറസിലേക്ക് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ തുടങ്ങി എല്ലാ സ്ഥലങ്ങളിലേക്കും എല്ലാ വിളകളിലേക്കും നമുക്കിത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് ഉപയോഗിക്കേണ്ട രീതികളൊക്കെ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായി പറഞ്ഞു തരുന്നതാണ്. നമ്മുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മനോഹരൻ്റെ ഫോൺ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഉപയോഗിച്ച വ്യക്തി എന്നുള്ളതിൽ നിങ്ങൾക്ക് ഏത് സമയത്തും മനോഹരമായിട്ട് സംവദിക്കാം, ചോദിച്ചു നോക്കാം ഇത് ഉപയോഗിക്കുമ്പോഴുണ്ടായിരുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്. ഒന്നാമത്തെ ഗുണം ഞാൻ പറയാം, ലേബർ കോസ്റ്റ് കുറവാണ്. ഒന്നുമില്ല, ഒന്നും കൊണ്ടുവരണ്ട. ഇത് കയ്യിൽ പിടിച്ചുകൊണ്ടിട്ട് ഇങ്ങനെ വന്നാൽ മതി, ഒന്നും പണിയില്ല. ഇപ്പം നമ്മൾ വന്നത് ഈ ഒരു കാർഡ്ബോർഡ് ബോക്സിലാക്കിയിട്ടാണ്. ഈ ഒരു കാർഡ്ബോർഡ് ബോക്സിലിട്ട് കയ്യിൽ പിടിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ചിലവ് കുറച്ച്, ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ അനുഭവിക്കുന്ന ലേബർ കോസ്റ്റ് കാര്യങ്ങളൊക്കെ കൃഷിയിലേക്ക്, അതുകൊണ്ട് തന്നെ ആൾക്കാർ കൃഷിയിലേക്ക് വരാൻ വേണ്ടി മടിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ലേബർ കോസ്റ്റൊക്കെ നമുക്ക് നല്ല രീതിയിൽ കുറച്ചുകൊണ്ട് നല്ല ഒരു ജൈവ കാർഷിക മേഖലയെ പടുത്തുയർത്താം. ഈ ഉൽപ്പന്നങ്ങൾ നമ്മൾ ഈ 200 ലിറ്റർ വെള്ളത്തിലേക്ക് ഡ്രമ്മിൽ 200 ലിറ്റർ വെള്ളം നമ്മൾ നിറച്ചിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ 400 ml എന്നുള്ള രീതിയിൽ നമ്മൾ ഈ വളത്തെ, ഇത് വളമാണ്, ഇത് വേറെ മരുന്നോ ഇത് മറ്റ് കെമിക്കലോ ഒന്നുമല്ല, ഇതൊരു വളം തന്നെയാണ്. അപ്പോൾ ആ വളത്തെ നമ്മൾ ഈ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ നമ്മൾ പറഞ്ഞു ഖരാവസ്ഥയിലുള്ള ചാക്കണക്കിന് വളമാണ് ഇവിടെ എത്തിക്കാനുള്ള ചിലവ്, നമ്മൾ അത് ഇടാൻ കൊടുക്കേണ്ട കൂലി, അതുപോലുള്ള കാര്യങ്ങൾ. ഇപ്പം നമ്മൾ തടം തുറക്കേണ്ട ആവശ്യമില്ല, മണ്ണിലേക്ക് ജസ്റ്റ് ടച്ച് ചെയ്യുന്ന രീതിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്താൽ മതി എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ മനോഹരൻ ഇത് അളവ് പാത്രം നമ്മൾ വാങ്ങി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്യുന്ന രീതിയെക്കുറിച്ച് മനസ്സിലാക്കാം. മനോഹരൻ ഇത് നമുക്ക് ഏകദേശം വരുന്നത് 1 ലിറ്ററിൻ്റെ ബോട്ടിലാണ് അല്ലേ, 1 ലിറ്ററിൻ്റെ കപ്പാണ് വരുന്നത്. അപ്പോൾ 400 ml ആണ് നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ 400 ml നമ്മളിത് ഒഴിക്കാൻ വേണ്ടി പോവാണ്. ആദ്യമായി ഒഴിക്കുന്ന ഉൽപ്പന്നം എന്ന് പറയുന്നത് നൈട്രജനാണ്. അപ്പോൾ നിങ്ങൾ നോക്കി കാണും, നൈട്രജൻ നോക്കി, ചാക്കല്ല, ഇത് കുപ്പിയാണ്. ഏകദേശം 1 ഏക്കറിൽ ഈ തോട്ടത്തിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇത് മതിയാവുന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നൈട്രജനെ 400 ml എന്നുള്ള രീതിയിലേക്ക് ഈ 200 ലിറ്റർ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യുകയാണ്. നൈട്രജൻ നമുക്കറിയാം 78% വരുന്ന നൈട്രജൻ അന്തരീക്ഷത്തിലുണ്ട്. ഈ അന്തരീക്ഷത്തിലുള്ള നൈട്രജനെ സസ്യങ്ങൾക്ക് ആവശ്യമായ രീതിയിലേക്ക് മാറ്റിയെടുക്കാനുള്ള നൈട്രേറ്റ്, മൊബിലൈസിങ് ഫിക്സേറ്റിംഗ് അസിറ്റോബാക്ടർ ബാക്ടീരിയകളാണ് ഇതിൽ ആഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ നാച്ചുറലായിട്ട് സസ്യത്തിന് ലഭിക്കേണ്ട ഗുണങ്ങൾ ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കാരണം നമ്മൾ രാസവളങ്ങൾ കൊടുക്കാറുണ്ട്, അത് നാച്ചുറൽ, കൃത്രിമമായിട്ടാണ്. ഇപ്പോൾ 400 ml എന്നുള്ള രീതിയിൽ നമുക്ക് 400 തിരിച്ചു വെക്കണ്ടേ, ഇവിടെ ഉണ്ടല്ലേ, അപ്പുറം ഉണ്ടോ? ഇവിടെ ഉണ്ടല്ലേ, 400 ആയി. അപ്പോൾ 400 നമ്മൾ നൈട്രജൻ 400 എടുത്തിട്ടുണ്ട് ഇതല്ലേ, 400 നൈട്രജൻ 400 എടുത്തു. അസിറ്റോബാക്ടർ ബാക്ടീരിയകൾ അടങ്ങിയതാണ്. അതിനെ നമ്മൾ ഈ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യാം. രണ്ടാമത്തെ
വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് അല്ലേ. മണ്ണിലൊക്കെ ഈ മൂലകങ്ങളുണ്ട്. ഈ ഫോസ്ഫേറ്റിന് നമ്മൾ 400 ml എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മണ്ണിലും അന്തരീക്ഷത്തിലുമുള്ള മൂലകങ്ങളെ സസ്യത്തിന് കൃത്യമായിട്ട് ലഭ്യമാക്കുന്നു എന്നുള്ളത് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ അതിനെ നമ്മൾ ഫോസ്ഫേറ്റിനെ നമ്മൾ ഈ വെള്ളത്തിലേക്ക് ആഡ് ചെയ്തു. മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു മൂലകമാണ് നമ്മുടെ പൊട്ടാഷ് എന്ന് പറയുന്നത്. പൊട്ടാഷ് എന്ന് പറയുന്നത് നമുക്കറിയാം കാലിയം എന്ന രാസനാമത്തിൽ അറിയപ്പെടുന്നതാണ് പൊട്ടാഷ്. ആ പൊട്ടാഷിനെ നമ്മൾ 400 ml എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യണം. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഉൽപ്പന്നമാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. ക്ഷേത്രം എന്ന് പറയുന്നത് സോയിൽ ഹെൽത്ത് എൻഹാൻസ്മെൻറ്റ് ടെക്നോളജി എന്ന് പറയുന്ന ഒരു ഉൽപ്പന്നമാണ്. അതായത് മണ്ണിൻ്റെ ഘടനയെ മാറ്റുവാനുള്ള ഒരു ഉൽപ്പന്നമാണ് മനോട്ടേക്ക്. കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ്. ഇതിൽ 11-ലധികം സൂക്ഷ്മ മൂലകങ്ങൾ വരുന്നുണ്ട്. സസ്യത്തിന് അതിപ്രധാനമായിട്ട് വേണ്ടത് മൂലകങ്ങളാണ്, 14 മൂലകങ്ങളാണ്. അതിൽ പ്രധാന മൂലകങ്ങളാണ് NPK എന്ന് പറയുന്നത്. പിന്നെ ഉപപ്രധാന സൂക്ഷ്മ മൂലകങ്ങളായ 11 മൂലകങ്ങൾ വരുന്നു. കാലിയം, നമ്മുടെ കാൽസ്യം, മാംഗനീസ്, കോപ്പർ, മോളിബിഡിനം, സിങ്ക്, അയൺ, പിന്നെ മഗ്നീഷ്യം, സൾഫർ തുടങ്ങിയവയൊക്കെ വരുന്നുണ്ട്. അവയൊക്കെ അടങ്ങിയ 11 സൂക്ഷ്മ മൂലകങ്ങൾ അടങ്ങിയ 5 ടണ്ണ് കാലിവെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന എസൻസിൽ തുല്യമായ ബാക്ടീരിയയാണ് നമ്മുടെ ക്ഷേത്രം എന്ന് പറയുന്നത്. ഈ ക്ഷേത്രയും നമ്മൾ 400 ml എന്നുള്ള രീതിയിലേക്ക് ഈ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യാണ്. അപ്പോൾ ഇത് 200 ലിറ്റർ വെള്ളത്തിലേക്ക് ആയതുകൊണ്ടാണ് 400 ml. അത് എത്ര വേണമെങ്കിൽ വെള്ളം എടുക്കാം. 10 ലിറ്ററാണ് നമ്മൾ വെള്ളം എടുക്കുന്നതെങ്കിൽ 20 ml എന്നുള്ള രീതിയിൽ നമ്മൾ മിക്സ് ചെയ്താൽ മതി. ഇതിനെ നമ്മൾ 400 ml എന്നുള്ള രീതിയിലേക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാണ്. ക്ഷേത്ത് ഉപയോഗിക്കുന്നതിന് കിട്ടുന്ന നമുക്ക് ഏറ്റവും ക്ഷേത്ത് ഇത് ഉപയോഗിക്കുന്നതിൽ കിട്ടുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മണ്ണിരകളെ പ്രോത്സാഹിപ്പിക്കുന്നു, മണ്ണിൻ്റെ pH ലെവലിനെ കൺട്രോൾ ചെയ്യുന്നു, അതുപോലെ തന്നെ മൂലകങ്ങളെ ലഭ്യമാക്കി കൊടുക്കുന്ന ഒരു ഉൽപ്പന്നമാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ആഡ് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഉൽപ്പന്നമാണ് സ്റ്റിംറിച്ച് എന്ന് പറയുന്നത്. സ്റ്റിംറിച്ച് എന്ന് പറയുന്നത് റൂട്ട് ടു ഫ്രൂട്ട് ആയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ്. റൂട്ട് ടു ഫ്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സസ്യത്തിൻ്റെ വേരിന് മുതൽ കായയുടെ സൈസിനെ വരെ സ്വാധീനിക്കുന്ന, ഒരേ സമയം പൂക്കാനും ഒരേ സമയം കായ്ക്കുവാനും കായയുടെ സൈസ്, ഇപ്പോൾ തെങ്ങിൻ്റെയൊക്കെ ആണെങ്കിൽ ഈ മണ്ടരിയൊക്കെ മാറ്റം വരുത്താൻ ഇത് ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഒരേ സമയം പുഷ്പിക്കാൻ വേണ്ടി കൂമ്പ് ചെയ്യല്ല, മണ്ടരി. ഈ 5 ഉൽപ്പന്നങ്ങളും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മളിത് മിക്സ് ചെയ്യേണ്ട രീതിയാണ്. ഇത് മിക്സ് ചെയ്യേണ്ട രീതി ക്ലോക്ക് ബേസിൽ ഇളക്കണം കേട്ടോ. ക്ലോക്ക് ബേസിലാണ് നമ്മളിതിനെ മിക്സ് ചെയ്യേണ്ടത്. കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ക്ലോക്ക് ബേസിലാണ് ഇതിനെ മിക്സ് ചെയ്തിരിക്കേണ്ടത്. കാരണം ഇതൊരു ജീവാണു വളമാണ്. ഇത് കെമിക്കലോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള വളങ്ങളോ അല്ല. ഒരു ജീവാണു വളമായതുകൊണ്ട് തന്നെ അതിനെ മിക്സ് ചെയ്യുന്ന ഒരു രീതി കൂടിയുണ്ട്. അത് ക്ലോക്ക് ബേസിലാണ് മിക്സ് ചെയ്യേണ്ടത്. അങ്ങനെ കൃത്യമായി ക്ലോക്ക് ബേസിൽ മിക്സ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഇത് മണ്ണിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഉപയോഗിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ മനോട്ട് നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്ന്, കെമിക്കൽ ഉപയോഗിച്ച് ഡ്രമ്മുകൾ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല. 2, ബക്കറ്റ് സോപ്പ് പൊടി ഉപയോഗിച്ച് ബക്കറ്റോ അല്ലെങ്കിൽ കപ്പോ പോലും നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല. മണ്ണിലേക്ക് പൂർണ്ണമായിട്ട് ടച്ച് ചെയ്യണം. അതാണ് വളരെ പ്രധാനപ്പെട്ടത്. ഇതൊരു ബാക്ടീരിയ ആയതുകൊണ്ട് തന്നെ മണ്ണിൽ വീണ് കഴിഞ്ഞാൽ മാത്രമാണ് അതിൻ്റെ എനർജി വരിക. അപ്പോൾ മണ്ണിലേക്ക് പൂർണ്ണമായിട്ടും അത് ടച്ച് ചെയ്യുന്ന രീതിയിൽ വേണം നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, ഞാനൊരു 4 വർഷമായിട്ട് യൂട്യൂബിൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മൾ ഓരോ സ്ഥലത്ത് വളപ്രയോഗം ചെയ്യുന്നത്, അതിനുശേഷം ആ കർഷകരുടെ റിസൾട്ട്, അങ്ങനെയുള്ള അവരുടെ അനുഭവങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. പ്രിയപ്പെട്ട കർഷകരോടുള്ള ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എത്ര തോട്ടമുണ്ടെങ്കിലും ചെറിയൊരു ഭാഗത്തെങ്കിലും ഉപയോഗിക്കുക. നിങ്ങൾ ഏത് വളപ്രയോഗം വേണമെങ്കിലും മറ്റ് സ്ഥലങ്ങളിൽ കൊടുത്തോളൂ. ചെറിയൊരു ഭാഗത്ത് നമ്മുടെ വളപ്രയോഗം നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടി തയ്യാറായി കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ടിനെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. അത് ചെറിയ വിളകൾക്കാണെങ്കിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ അറിയാൻ വേണ്ടി പറ്റും. പച്ചക്കറികളോ അല്ലെങ്കിൽ മറ്റ് വാഴകളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. അല്ലാതെ നമ്മൾ വലിയ വിളകളാണെങ്കിൽ മിനിമം 1 വർഷമെങ്കിലും നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുള്ളൂ എന്നുള്ളതാണ്. അതുപോലെ ഇന്ന് സസ്യങ്ങൾ അനുഭവിക്കുന്ന മഞ്ഞളിപ്പ്, മറ്റു രീതിയിലുള്ള കുറേ ബുദ്ധിമുട്ടുകളില്ലേ, അതിനൊക്കെ നമുക്ക് മാറ്റം വരുത്താൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരോടുള്ള ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ. മനോട്ടറൊക്കെ ഏറ്റെടുത്തതുപോലെ കർഷകർ ഇത് ഏറ്റെടുക്കുക. കാരണം ഇതൊരു സംസ്കാരമാണ്, ഇതൊരു വിപ്ലവകരമായ മാറ്റം കാർഷിക മേഖലയിൽ ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടുള്ളൊരു ഉൽപ്പന്നമാണ്.
തീർച്ചയായിട്ടും ചിലവ് കുറഞ്ഞ് വളപ്രയോഗം ചെയ്ത് മറ്റൊരാളുടെ സഹായമില്ല. ഇപ്പം മനോട്ടം തന്നെ ഇവിടെ വളപ്രയോഗം ചെയ്യുന്നത് അല്ലേ. ഇപ്പം രാസവളം ഇടുന്നുണ്ടെങ്കിൽ ഒരാളും കൂടെ സഹായം വേണ്ട, നമുക്ക് 3 ആൾ വേണം രാസവളം ഇടുന്നത്. പക്ഷേ ഇവിടെ ഈ വളപ്രയോഗം ഉപയോഗിക്കാൻ വേണ്ടി മനോട്ടം ഒറ്റക്കാണ് ചെയ്യുന്നത്. അത് ഇന്ന് തന്നെ ചെയ്തിട്ട് പോകാനും പറ്റും. അപ്പോൾ 3 ആളെ കൂലി എന്ന് പറയുന്നത് 800 രൂപ വെച്ച് കൂട്ടിയാൽ തന്നെ 2400 രൂപ അല്ലേ. 2400 രൂപ സേവ് ആണ് ഇവിടെ വരുന്നത്. വളത്തിൻ്റെ പൈസ എല്ലാം കൂടെ കൂട്ടുമ്പോൾ അതുകൊണ്ടാണ് കർഷകർ പുറകോട്ട് പോകുന്നത്. ഇന്ന് ഫ്രീ ആയിട്ട് നമുക്ക്, അതായത് വളം ഫ്രീ ആയി, ചിലവ് കുറവ്, വളം ഫ്രീ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും മനോട്ടൻ്റെ അനുഭവക്കുറിപ്പുമായിട്ട് നമ്മൾ വീണ്ടും ഒരു വീഡിയോയിലേക്ക് വരും. കാരണം ഇപ്പോൾ മനോട്ടൻ ഒന്നും സംസാരിക്കാത്തത് ഇത് ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന വ്യക്തിയാണ് മനോട്ടൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അനുഭവം പറയണമെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ടൊരു അനുഭവം വരണം. അപ്പോൾ ആ അനുഭവം കർഷകരിലേക്ക് എത്തിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടി ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ തന്നെ അത് കർഷകരിലേക്ക് എത്തിക്കുക, ലൈക്ക് ചെയ്യുക. പുതിയ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടി കൃഷിയെ സ്നേഹിക്കുന്നവർ ഈ ഉൽപ്പന്നങ്ങളെ സ്നേഹിക്കുക എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ കൃഷിയിൽ നിന്ന് ഒരാളും പിന്തിരിയരുത് എന്നുള്ള വളരെ ഹൃദയത്തിൽ തട്ടിയ വാക്കുകളാണ് ഞാൻ പറയുന്നത്. കാരണം കൃഷിയെ നമുക്ക് അഭിവൃദ്ധിപ്പെടുത്തിയെടുക്കാൻ വേണ്ടി സാധിക്കും. മണ്ണിനെ തിരിച്ചെടുത്തു കഴിഞ്ഞാൽ തന്നെ കൃഷിയിൽ മാറ്റങ്ങളുണ്ടാവും. ആ മണ്ണിനെ നമുക്ക് തിരിച്ചെടുക്കാം, മണ്ണിരകളെ നമുക്ക് തിരിച്ചെടുക്കാം, സൂക്ഷ്മമൂല്യങ്ങൾ തിരിച്ചെടുക്കാം, സസ്യത്തിൻ്റെ ആരോഗ്യസ്ഥിതിയെ തിരിച്ചെടുക്കാമെന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. അതുപോലെ തെങ്ങ് കവുങ്ങിലേക്ക് ഉപയോഗിക്കുന്നതിൻ്റെ വീഡിയോ കൂടി നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അത് മനോട്ടൻ ഇതിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത് ഇനി നമ്മൾ തെങ്ങിലേക്കും കവുങ്ങിലേക്കും ആഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ ഒരു ഉൽപ്പന്നങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കുക, ചെറിയൊരു ഭാഗം ഉപയോഗിക്കുക എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് മനോട്ട നന്ദി, നമസ്കാരം. ഈ ഒരു അവസരത്തിൽ നമ്മളുമായി ബന്ധപ്പെടുകയും അതുപോലെ ഇത് ഉപയോഗിക്കാൻ കാണിച്ച മനസ്സിന് വളരെയധികം നന്ദി. ഈ കണ്ണിയിൽ സാറും പങ്കാളിയായി ഇനി വരുന്നവരും ഇതിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അതിനുള്ള ഒരു ഏത് സമയത്തും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന രീതിയിൽ ഞങ്ങളുണ്ട് കൂടെ. മനോട്ടൻ നമ്പർ കൂടെ ഇതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വിളിക്കുന്നവരോട് മനോട്ടോട് സംസാരിക്കാം, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ ഉൽപ്പന്നങ്ങൾ ഏറ്റെടുക്കുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ, അതുപോലെ തന്നെ കർഷകരിലേക്ക് എത്തിക്കുക എന്ന് മാത്രം സൂചിപ്പിച്ച് നിർത്തട്ടെ. ജയ് ഹിന്ദ്, ജയ് നെൻസർ, താങ്ക് യു.